അല്ല ഉസ്താദന്മാരെ, നിങ്ങൾ ഈ ഉമ്മത്തിനെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യേണ്ട പരിശുദ്ധമായ കർമ്മത്തെ പടപ്പിന് സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് സുന്നത്താണ് പഠിപ്പിച്ചത്. പരലോക ചിന്തയ്ക്കും മരണത്തെ ഓർക്കാനും വേണ്ടിയാണ് പഠിപ്പിച്ചത്. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കർമ്മത്തെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഗൾഫിൽ പോക്ക് ശരിയാവാനും മക്കളെ കെട്ടിക്കാനും ഓരോരോ ആവശ്യങ്ങൾക്കും വേണ്ടി ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചില്ലേ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാനം പറയേണ്ടി വരും. ഈ തരം ഷിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് ഈ പാവപ്പെട്ട ഉമ്മത്തിനെ നയിക്കുന്ന നിങ്ങളെക്കുറിച്ചല്ലേ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്? സൂറത്തുൽ തൗബയിൽ 34-ാമത്തെ ആയത്തിൽ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധിക പേരും ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുകയും അള്ളാഹുവിലേക്കുള്ള വിശ്വാസം തടഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ ഈ ആത്മീയ ചൂഷണം നടത്തി ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നതിന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇത് ഷിർക്കൻ പ്രവർത്തനമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമായ തൗഹീദിന് ഘടകവിരുദ്ധമായ ഷിർക്കൻ പ്രവർത്തനമാണ് നീ ചെയ്യുന്നത്. ഈ സാധുക്കളെ കൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണോ നിങ്ങൾ നോക്കുന്നത്? നിങ്ങളെ പേടിച്ചിട്ടാണ് മദീനയിൽ വരെ ബോർഡ് വെച്ച് ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഖബറിൽ വന്ന് പ്രാർത്ഥിച്ച് അവരോട് സഹായം ചെയ്തത് ഷിർക്ക്, വലിയ ഷിർക്കാണെന്ന് അവിടെ തന്നെ ബോർഡ് വെച്ച്